ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സദേൺ റെയിൽവേയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കേരളത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കൂടാതെ തമിഴ്നാട്ടിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 12/8/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 12 ഓഗസ്റ്റ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കേരള, തമിഴ്നാട്ടിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്നാമത് തമിഴ്നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. കോയമ്പത്തൂരാണ്. ഫിറ്റർ ട്രേഡ് ആണ്. 18 വേക്കൻസി ഉണ്ട്. രണ്ടാമത്തത് ക്യാരേജ് ആൻഡ് വാഗണിലേക്കാണ്. ഫിറ്ററും വെൽഡറും ഉണ്ട്. 47 വേക്കൻസിയാണ്. അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ്. MLT ആണ്. റെയിൽവേ ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. റേഡിയോളജിയും പതോളജിയും കാർഡിയോളജിയും ഉണ്ട്. 20 വേക്കൻസിയാണ്. അടുത്ത സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. 52 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് ആൻഡ് COPA ഉണ്ട്. അങ്ങനെ 52 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം ഡിവിഷനിലേക്ക് വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, പ്ലംബർ, ഡീസൽ മെക്കാനിക്, പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 145 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സേലം ഡിവിഷനാണ്. ഇലക്ട്രീഷ്യൻ, ടർണർ, വെൽഡർ, ഫിറ്റർ, ഡീസൽ മെക്കാനിക്, മെഷീനിസ്റ്റ്, വയർമാൻ, COPA തുടങ്ങിയ തസ്തികയിലാണ് വേക്കൻസി. 222 വേക്കൻസിയാണ് സേലം ഡിവിഷനിലേക്ക്. അടുത്ത പാലക്കാട് ഡിവിഷനാണ്. പ്ലംബർ, കാർപ്പൻറ്റർ, വെൽഡർ, പെയിന്റർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, COPA, മെക്കാനിക്, റെഫ്രിജറേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. 285 വേക്കൻസിയാണ് പാലക്കാട് ഡിവിഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ക്യാരേജ് ആൻഡ് വാഗൺ വർക്ക്സിലേക്കാണ്. ഫിറ്റർ, വെൽഡർ, പെയിന്റർ, കാർപ്പൻറ്റർ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, PA, SA, മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ് തുടങ്ങിയ തസ്തികയാണ്. 350 വേക്കൻസി ഉണ്ട്. അടുത്ത ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്കാണ് ഇന്ത്യൻ റെയിൽവേയുടെ. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, PA, SA, വയർമാൻ തുടങ്ങിയ തസ്തികയാണ്. 130 വേക്കൻസി ഉണ്ട്. അടുത്ത ലോക്കോ വർക്ക്സ് ആണ്. ഫിറ്റർ, പെയിന്റർ, PA, SA, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ. 228 വേക്കൻസിയാണ് അവിടത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്കാണ് തമിഴ്നാട്. ഫിറ്റർ, മെഷീനിസ്റ്റ്, ടർണർ, വെൽഡർ വേക്കൻസി ഉണ്ട്. 48 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈ ഡിവിഷൻ പേഴ്സണൽ ബ്രാഞ്ചിലേക്ക് PA, SA തസ്തികയാണ്. 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ചെന്നൈ ഡിവിഷൻ ഇലക്ട്രിക്കൽ റോളിംഗ് ആണ്. അഡ്വാൻസ്ഡ് വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫിറ്റർ, വെൽഡർ ആണ്. 65 വേക്കൻസി ഉണ്ട്. അടുത്ത ചെന്നൈ ഡിവിഷൻ ഇലക്ട്രിക്കൽ റോളിംഗ് സ്റ്റോക്കിലേക്കാണ്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ 65 വേക്കൻസി. അവിടെ തമ്പാരം ചെന്നൈ ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, കാർപ്പൻറ്റർ 55 വേക്കൻസി ഉണ്ട്. ചെന്നൈ ഡിവിഷൻ ഇലക്ട്രിക്കൽ രായപുരത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ചെന്നൈ ഡിവിഷൻ തന്നെയാണ്. മെക്കാനിക്, റെഫ്രിജറേഷൻ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ്. 30 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ചെന്നൈ ഡിവിഷൻ ഡീസൽ മെക്കാനിക്കിലേക്കാണ്. ഫിറ്റർ, ഡീസൽ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ തസ്തികയാണ്. 22 വേക്കൻസി. ക്യാരേജ് ആൻഡ് വാഗൺ ചെന്നൈ ഡിവിഷനിലേക്ക് 250 വേക്കൻസി ഉണ്ട്. ഫിറ്റർ, കാർപ്പൻറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ് ആണ്. അടുത്ത ചെന്നൈ ഡിവിഷൻ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് PA, SA തസ്തികയിലേക്ക് 3 വേക്കൻസി ഉണ്ട്. സെൻട്രൽ വർക്ക്ഷോപ്പ് ചെന്നൈയിലെ സെൻട്രൽ വർക്ക്ഷോപ്പിലേക്ക് 201 വേക്കൻസി. തിരുച്ചിറപ്പള്ളി ഡിവിഷനിലേക്ക് 94 വേക്കൻസിയാണ്. മധുര ഡിവിഷനിലേക്ക് 84 വേക്കൻസി ഉണ്ട്. ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക് ആൻഡ് PA, SA തസ്തികയിലേക്ക്. ഇതിൽ ഫ്രഷർ കാറ്റഗറിയിലേക്ക് ഫിറ്റർ 10th ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കിലേക്ക് 10th ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് 1 വർഷം 3 മാസം ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കെമിസ്ട്രിയും ബയോളജിയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വർഷം 3 മാസമാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ITI ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ITIക്കാർക്കും ഉണ്ട് വേക്കൻസി. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ട്രെയിനിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 24 വയസ്സ് വരെയാണ് അണ്ടർ റിസർവ്ഡിന്. ഇതിൽ 3 വർഷം OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിനും ഇത് ലഭിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.